അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാളുടെ മനസ്സ് മാറിക്കിട്ടാൻ അതിനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല നീയത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, ഇത് കാണുക. ഇൻഷാ അല്ലാഹ് മനസ്സ് മാറാൻ, ദുസ്വഭാവം മാറിക്കിട്ടാൻ അതിനൊക്കെ പറ്റിയ ഖുർആനികമായ ഒരു പരിഹാരമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പിണക്കം മാറാൻ, സ്വഭാവം ചേഞ്ച് ആയി കിട്ടാൻ, ആരുടെ മനസ്സാണ് മാറി കിട്ടേണ്ടത്, ആ മനസ്സ് മാറി കിട്ടാൻ, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതായത് തെറ്റി നിൽക്കല്, പ്രണയത്തിൽപ്പെട്ടവര്, ഭാര്യ ഉണ്ടായിരിക്കെ വേറൊരു ഭാര്യയോടുണ്ടാവുന്ന പ്രണയം, അതുപോലെ തിരിച്ചും വരാം. ഭർത്താവ് വേറൊരു പെണ്ണിനോടും ഭാര്യ വേറൊരു ആണിനോടും ഉണ്ടാകുന്ന പ്രണയം ഉണ്ടാവാം. അങ്ങനെ ദുഷിച്ച സ്വഭാവങ്ങളൊക്കെ ഉള്ളവർ, ഇവരുടെയൊക്കെ മനസ്സ് മാറാൻ. അതുപോലെ തന്നെ മറ്റൊന്നാണ് കുടുംബക്കാര്, കൂട്ടുകാര്, അയൽവാസികള്, ബന്ധുക്കള്, ഇവരൊക്കെ തമ്മിലുള്ള പിണക്കം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പിണക്കം മാറി മനസ്സ് ചേഞ്ച് ആയി കിട്ടാൻ, മനസ്സ് ചേഞ്ച് ആവാൻ വേണ്ടിയുള്ളതാണ്. അതിനു വേണ്ടി ചെയ്യേണ്ടത്, ഏതെങ്കിലും 5 വഖത്ത് നിസ്കാര ശേഷം ആരുടെ മനസ്സാണോ സ്വഭാവമാണോ മാറേണ്ടത് എന്ന ഉദ്ദേശത്തോടെ സൂറത്തുൽ ഇൻഷിറാഖ്, എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് ഇത്. ഈ സൂറത്തുൽ ഇൻഷിറാഖ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നശ്റഹ് ലക സദ്റക, ഈ തുടങ്ങുന്ന ഈ ഒരു സൂറത്ത് 17 തവണ ഓതുക. എത്ര തവണ? 17 തവണ ഓതുക. ഏതെങ്കിലും ഒരു വക്ത് നിസ്കാരത്തിൽ, അതായത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നല്ല ഇഖ്ലാസോടെ ഭയഭക്തിയോടെ ഓതുക. ഓരോ തവണ ഓതി കഴിയുമ്പോഴും, അതായത് നിസ്കാര ശേഷം 17 തവണ ഈ സൂറത്ത് ഓതുക. ഓരോ തവണ, ഒരു തവണ ഓതി കഴിഞ്ഞാൽ ആ മനസ്സ് മാറാൻ ഉദ്ദേശിക്കുന്ന ആൾ, അത് ചേഞ്ച് ആവാൻ ഉദ്ദേശിക്കുന്ന ആരാണോ അവന് ആ മനസ്സ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അടുത്തത് 2ാം വട്ടം ഓതുമ്പോൾ വീണ്ടും ദുആ ചെയ്യുക. 3ാമത് ചെയ്യുമ്പോൾ വീണ്ടും ദുആ ചെയ്യുക. ഇങ്ങനെ 17 തവണ സൂറത്ത്, ഏതെങ്കിലും ലോഹറിലോ അസറിലോ മഗ്രിബിലോ എപ്പോഴാണെങ്കിലും സൗകര്യം, സുബഹി നല്ലതാണ്, മഗ്രിബിന്റെ സമയം നല്ലതാണ്, നിസ്കാര ശേഷം 17 തവണ അവിടെ ഇരുന്നിട്ട് ഓതുക. ഓരോ തവണ ഓതുമ്പോഴും മേൽ പറഞ്ഞതുപോലെ ദുആ ചെയ്യുക. ആർക്കാണ് മാറിക്കിട്ടേണ്ടത്, ഈ 17 തവണ സൂറത്ത് ഓതുമ്പോൾ 17 തവണയും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരിക്കലും നിങ്ങൾ മറക്കരുത്. ദിവസത്തിന് ഏതെങ്കിലും ശേഷം, നേരത്തെ പറഞ്ഞല്ലോ ചെയ്യേണ്ടത്, 1ഓ 2ഓ തവണ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കും. അവർക്ക് മനസ്സ് മാറി നിങ്ങൾക്ക് ഫോൺ വിളിച്ചിട്ടെങ്കിലും ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 1ഓ 2ഓ തവണ ഇത് ഓതുക, ദുആ ചെയ്യുക. 17 തവണ ഓതി മന്ത്രിച്ച് വെള്ളം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും പറ്റും, അതും ചെയ്യാം, അതിനും കുഴപ്പമില്ല. ഇനി മുമ്പ് ഈ വീഡിയോ ഇട്ട സമയത്ത് വന്ന കമന്റുകളാണ്, എത്രയോ ആളുകൾക്ക് അനുഭവസ്ഥരാണ്, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കമന്റ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങളാണ്, അനുഭവസ്ഥരാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെയ്യുക. അതിന്റെ വിശദ വിവരങ്ങൾ ഞാൻ താഴെ വേണ്ട ടെക്സ്റ്റായി കൊടുക്കുന്നുണ്ട്, യൂട്യൂബിന്റെ മെസ്സേജിൽ പിൻ ചെയ്തു വെക്കാം. അപ്പൊ അറിവ് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിവ് പകരുന്നത് ഏറ്റവും വലിയ പുണ്യകരമായ കാര്യമാണ്. ഇസ്ലാമിക നിയമങ്ങളും ദുആകളും സുന്നത്തുകളും ഹദ്ദാദ് റാത്തിബ് അസ്മാഉൽ ഹുസ്ന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ വെക്കുക. എന്നാൽ പുതിയ വീഡിയോകൾ മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുന്നത് ഒരു നഷ്ടമില്ല, കൂടുതൽ ആളുകളിലേക്ക് അത് എത്താൻ മാത്രം സഹായിക്കുകയുള്ളൂ. ഷെയർ ചെയ്യാൻ തീരെ മറക്കരുത്. ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾ പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ്. സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളും ഒക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ പ്രവർത്തനം ഒരു സ്വതക്ക ജാരിയായ നിൽക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അനുഭവസ്ഥരൊക്കെ എന്ത് ചെയ്യാം, അനുഭവങ്ങൾ പങ്കുവെക്കുക. ചെയ്തതിനു ശേഷം ഇൻഷാ അല്ലാഹ് യൂട്യൂബിൽ സഹീർ കോട്ടക്കൽ 9744475792 സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ കിട്ടും, മീഡിയ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.